ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തിരൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് കോട്ടണിൽ തന്നെ നൈറ്റിക്ക് വേണ്ടുന്ന ഫാബ്രിക് ആണ്. 40s by 40s ആണ് ത്രെഡിന്റെ കൗണ്ട് വരുന്നത് കേട്ടോ. 95 rupees പെർ മീറ്ററിൽ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ, എല്ലാം ഒരേ പ്രിന്റ് ആണ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും സെയിം ഫാബ്രിക് വെച്ചാണ്. നൈറ്റി ഫാബ്രിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഫാബ്രിക് ആണെന്ന് അറിയിക്കാനായിട്ടാണ്. നമുക്ക് കുർത്തിയൊക്കെ ചെയ്ത് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഫാബ്രിക്, അങ്ങനെ കളർ മങ്ങി പോകുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്ന തരത്തിലുള്ള ഫാബ്രിക് അല്ല. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. നമുക്കൊന്ന് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ്. ഒരു ക്രീം കളറിനകത്തേക്ക് ബ്ലാക്ക് കളറിലുള്ള പ്രിൻ്റാണ്, ബൂട്ടയാണ് പോകുന്നത് കേട്ടോ. ഒരു അജ്രക് ഡിസൈനിലുള്ള ബൂട്ട പോലത്തെ പ്രിൻ്റാണ്. വൺ സൈഡിനകത്തായിട്ട് ഈ നൈറ്റി ഫാബ്രിക്കിൻ്റെ ഒക്കെ വൺ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലോ സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണത് വരുന്നത്. ക്ലോസ് സീൽ കാണിക്കുമ്പോൾ എല്ലാം പിക്ചറെല്ലാം ക്ലിയർ ആകും. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, ക്രീം കളറിനകത്ത് ബ്ലാക്ക് കളറിലുള്ള പ്രിൻ്റാണ് പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ പോകുന്നത് ക്രീം കളറിൽ തന്നെ ബ്ലൂ കളറിലുള്ള പ്രിൻ്റാണ്. എല്ലാം ഒരു ലൈറ്റർ ടോണാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെ, ബൂട്ട പോലെ പോകുന്നു. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ബ്ലൂ കളറിലുള്ള ബോർഡറും പിന്നെ ഒരു ഡിസൈനായിട്ടുള്ള ഒരു ബോർഡറും കൂടെ പോകുന്നുണ്ട്. ഇതെല്ലാം സ്ക്രീൻ പ്രിൻറ്റിലുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. എനിക്ക് ഈ പ്യുവർ കോട്ടൺ തന്നെ, നമ്മൾ ചെയ്യുന്നതെല്ലാം പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ കോട്ടൺ ചെയ്യുന്നതെല്ലാം പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. അതുപോലെ ഇതെല്ലാം ജയ്പൂർ കോട്ടൺ ആണ്. ഞാൻ ആദ്യമൊക്കെ പറയാറുണ്ട്, പിന്നെ വീഡിയോ ലെങ്തി ആവാതിരിക്കാനാണ് ഇതൊന്നും പറയാത്തത്. നമ്മളെല്ലാം എടുക്കുന്നത് ജയ്പൂരിൽ നിന്ന് തന്നെയാണ്. മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ഇത് ക്വാളിറ്റി കുറഞ്ഞ ഫാബ്രിക് ഒന്നുമല്ല. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യണ കാണാറുണ്ട്, ക്വാളിറ്റിയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം. നമ്മൾ വാങ്ങിച്ച ഒത്തിരി പേര് നമുക്ക് റിവ്യൂ ചെയ്യാറുണ്ട്. അതുപോലെ ഇതൊക്കെ പ്യുവർ കോട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു, ഇത് നമ്മൾ പിന്നെയും മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ഫാബ്രിക്, പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞത് തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 40s by 40s ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനില്ല, കാരണം ഇത് ആർക്കായാലും പെട്ടെന്ന് കാണുമ്പോൾ പ്യുവർ കോട്ടൺ ആണെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഫാബ്രിക്കാണ്. എന്നാൽ ക്യാമ്പ്രിക്ക് ചില ഫാബ്രിക് വരുമ്പോൾ എനിക്കും തോന്നും ഇത് പ്യുവർ ആണോ, മിക്സ് ഉണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് തോന്നുന്ന പോലെ എനിക്കും തോന്നാറുണ്ട്. പക്ഷേ ഞാനതൊക്കെ ബേൺ ചെയ്ത് അവരുടെ അടുത്ത് കൺഫേം ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് നമ്മുടെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ അതെല്ലാം തന്നെ വാങ്ങിക്കാറുള്ളത്. അതുപോലെ തന്നെ പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ട് ഞാനത് ബേൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആഷ് വരുന്നത് പൗഡർ ഫോമിൽ തന്നെയാണ്, അത് പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. നമ്മൾ ജയ്പൂരിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം പ്യുവർ കോട്ടൺ തന്നെയാണ്. പ്യുവർ കോട്ടൺ അല്ലാത്തതൊന്നും നമ്മൾ പ്യുവർ കോട്ടൺ എന്ന് പറയാറില്ല. അതുപോലെ തന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്യണോണ്ടും ജയ്പൂർ കോട്ടൺ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം, ഈ ഒരു പ്രിൻറ്റ് കാണുമ്പോൾ ജയ്പൂർ കോട്ടൺ ആണോ, ഈ അജ്രക്ക് വരുമ്പോഴാണോ ജയ്പൂർ എന്ന്. അങ്ങനെയല്ല, നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നത് സമ്മർ കളക്ഷൻ ആയതുകൊണ്ടാണ് കുറേ ലൈറ്റ് ടോണിലേക്ക് വന്നത്. ഇനി ഞാൻ ഈ അടുത്ത് തന്നെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡാർക്കർ കളേഴ്സും അജ്രക് ഡിസൈനും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്യുവർ കോട്ടൺ എല്ലാം തന്നെ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ജയ്പൂരിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഈ 2 സെൻറ്റൻസ് കുറച്ച് കൂടുതൽ പറഞ്ഞത്. കുറച്ച് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഈ ക്രീമിനകത്ത് തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ എന്ന് പറയാം, അതല്ലെങ്കിൽ മസ്റ്റാർഡ് യെല്ലോയുടെയൊക്കെ ഒരു ഡാർക്കർ ടോൺ എന്ന് പറയാം. ആ ഒരു കളറിലേക്കാണ് ഈ ഫാബ്രിക് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുർത്തിയൊക്കെ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഇല്ലാതെ ചെയ്യാം. പിന്നെയും ഞാൻ പറയുകയാണ്, നൈറ്റിക്ക് വേണ്ടി തന്നെ അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. നൈറ്റിക്ക് എന്ന് പറയുമ്പോൾ ഡെയിലി വാഷ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാം. അതുകൊണ്ടാണ്, അത്രയ്ക്കും നല്ല ഫാബ്രിക് ആയതുകൊണ്ടാണ് നമ്മളത് നൈറ്റിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡിലേക്കാണ്. പർപ്പിളും പിങ്കും കൂടെയുള്ള ഷെയ്ഡിലേക്കാണ് പോകുന്നത്. ക്രീം തന്നെയാണ് ബേസ് കളർ വരുന്നത്. ഇത് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് കോട്ടണിൽ 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ
പ്യുവർ കോട്ടൺ തന്നെയാണ്. അതിനകത്ത് വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. 95 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള നൈറ്റിയോ കോട്ട് സെറ്റോ അല്ലെങ്കിൽ കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ലൈറ്റർ ടോണിലാണെങ്കിലും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഇതെല്ലാം ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.